ശാരികയ്ക്ക് വേറൊരാളെ ഇഷ്ടമാണല്ലേ? അതെ മുരളിയേട്ടാ. ഓക്കെ, അതാരാണോ എന്താണെന്നൊന്നും ഞാനിപ്പോ ചോദിക്കുന്നില്ല. മുരളിയേട്ടൻ ചോദിച്ചാലും അത് ഞാനിപ്പോ പറയാനും പോകുന്നില്ല. അതൊക്കെ ശാരികയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ. അപ്പോ നവീന് വേണ്ടി വേറെ ആലോചന നോക്കാലോ അല്ലേ? എനിക്ക് അതിന് കൃത്യമായൊരു മറുപടി തന്നാൽ മതി. വേറെ ആലോചനകൾ നോക്കണം, അതും കൂടെ പറയാനാ ഞാൻ മുരളിയേട്ടനെ വിളിച്ചത്. മതി, ഇപ്പോ കാര്യങ്ങൾ ക്ലിയറായി. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിയോളാം. ശാരിക വയ്ക്കും. മുരളിയേട്ടാ, എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. കുറച്ച് നേരത്തെ ദേഷ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ അത് മാറി. ഇനി ശാരികയ്ക്ക് ടെൻഷൻ തരാൻ ഞങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് വരില്ല. ഇപ്പോഴാ ഒരു സമാധാനമായത്. പിന്നെ എന്റെ അനിയത്തിയുടെ സ്ഥാനമുള്ളതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം പറയാൻ ശാരി. ഈ പ്രണയം തലയ്ക്ക് പിടിക്കുമ്പോ പ്രണയം മാത്രമേ മനസ്സിലുണ്ടാവൂ. യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കില്ല. സ്നേഹിക്കുന്ന ആൾ ആരാണെന്നും അയാളുടെ രീതികളും സ്വഭാവങ്ങളും ഒക്കെ വ്യക്തമായിട്ട് അറിയണം ശാരി. മതവും ജാതിയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അയാളുടെ മനസ്സാ. അബദ്ധമായി പോയെന്ന് പിന്നീട് തോന്നരുത്. അനുഭവിക്കാൻ നീ മാത്രമേ കാണൂ. എനിക്കറിയാം മുരളിയേട്ടാ, എന്റെ ഇഷ്ടങ്ങളെല്ലാം അതുപോലെ മറ്റുള്ളവരെടുക്കണമെന്നില്ല. പക്ഷെ എന്റെ മനസ്സിനൊപ്പമാ ഞാൻ നിൽക്കുന്നത്. പ്രണയം, പ്രേമം അങ്ങനെ പൈങ്കിളി പേരിട്ട് വിളിക്കേണ്ട ഒന്നല്ല അത്. അത് ജീവിതമാണ്, ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം. ഓക്കെ ശാരി, സമാധാനമായിട്ട് പൊയ്ക്കോ. മുരളിയേട്ടാ, മുരളിയേട്ടൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളായോണ്ടാ ഇതിപ്പോ ഉൾക്കൊള്ളാൻ പറ്റിയേ. പക്ഷെ എന്റെ വീട്ടിലറിയുമ്പോ ഇത് പ്രശ്നമാവും. അതുപോലെ ദേവിയേച്ചി, മുരളിയേട്ടന്റെ വീട്ടുകാര്. അതിൽ ശാരി ടെൻഷൻ ആവണ്ട. പക്ഷേ ആലോചന ഇത്രയും മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ട് ഒറ്റയടിക്ക് അത് അവസാനിപ്പിച്ച പ്രശ്നവും വരട്ടെ. അതിന്റെ രീതിയിൽ ഞാൻ പറഞ്ഞോളാം. മാധവനങ്ങൾ ഞാൻ എന്തായാലും വിളിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പൊ മറ്റാരോടും പറയേണ്ട മുരളിയേട്ടാ. ശാരി പൊയ്ക്കോ, പഠിത്തത്തിൽ ശ്രദ്ധിക്കും. ഞാൻ വീട്ടിലേക്ക് വിടണോ? വേണ്ട മുരളിയേട്ടാ, എന്റെ ഫ്രണ്ട്സ് അപ്പുറത്തുണ്ട്, ഞാൻ അവരുടെ കൂടെ പൊയ്ക്കോളാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട. ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആളിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. പോട്ടെ. ശാരിയും പൊയ്ക്കോ.